നമസ്കാരം. മനോഹരമായ ദിവസം, മനോഹരമായ ദിനം. അതെ, ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് നമ്മുടെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ദിവസം. അതെ, റൈസ് ഓഫ് ക്രൈസ്റ്റ്. ദൈവത്തിന്റെ ഉയർച്ച ദിനത്തില് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റുകളായാലോ. UK-ലെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റ്. അപ്പൊ അവരുടെ വീട്ടിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഈസ്റ്റർ അവരോടൊപ്പം. ഹലോ അലീന. ജോബി ചേട്ടാ, ചേച്ചി, താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ഓൺ ഈസ്റ്റർ. പക്ഷെ ഈസ്റ്ററിന് ഇൻവൈറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അലീനയെ നേരത്തെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. അലീന പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഈസ്റ്ററിൽ വന്നു. അത് അന്ന് വന്നാലല്ലേ നല്ല ഫുഡ് കിട്ടുള്ളൂ. പക്ഷെ നോയമ്പ് സമയത്ത് വന്നാൽ ഞങ്ങൾക്ക് ലാഭമാണല്ലോ. പ്രത്യേകിച്ച് നോയമ്പാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തരണ്ടല്ലോ. അത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈസ്റ്റർ ദിവസം തന്നെ വന്നത്. അപ്പൊ ജോബി ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു പള്ളിയിൽ പോയിട്ട്? പള്ളിയുടെ വിശേഷങ്ങൾ? പള്ളിയിൽ തന്നെ നമ്മള് ആസ് യൂഷ്വൽ ഈസ്റ്റർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗവും ആയതുകൊണ്ട് നമ്മൾ പള്ളിയിൽ പോയി ഇത്രയും ദിവസം നോയമ്പായിരുന്നു. നോയമ്പൊക്കെ കഴിഞ്ഞ് എന്ന് വെച്ചാൽ നോയമ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കഠിനമായ നോയമ്പാണെന്ന് അലീന വിചാരിക്കരുത്. നമ്മുടെ സാഹചര്യവും നമ്മുടെ യാത്രാ സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചുള്ള നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്തുള്ള നോയമ്പായിരുന്നു. പക്ഷെ എനിവേ ഒരു ചെറിയ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പറ്റി. എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കുറച്ച് മാറി നിൽക്കാൻ പറ്റി. അതായിരുന്നു നമ്മൾ എടുത്തൊരു നോയമ്പ്. അത്രേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങള് ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില റെസ്ട്രിക്ഷൻസ് വരുത്തി. അല്ലെങ്കിലും നമ്മള് എപ്പോഴും ചിന്തിക്കേണ്ടത് ഈസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ചിന്തിക്കാറുണ്ട് ലൈക്ക് എല്ലാം നോൺ വെജ് ആണ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി. പക്ഷെ നമ്മള് നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കടമയാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സാഹചര്യങ്ങള് സാധിക്കാറില്ല. ഓഫ് കോഴ്സ്, അതാണ് എനിക്ക് തോന്നിയ വലിയ വ്യത്യാസം എന്ന് തോന്നുന്നു. നാട്ടിലെയും ഇവിടുത്തെയും വെച്ചിട്ട് ഉള്ളൊരു വ്യത്യാസം ഇവരൊക്കെ ആണെങ്കിലും നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിലും അവർ ഓരോരോ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിലൊക്കെ അബ്സ്റ്റെയിൻ ചെയ്തായിരുന്നു. അപ്പൊ ചേച്ചിയുടെ നോയമ്പം ഈ 50 ഡേയ്സും എങ്ങനെ കടന്നുപോയി? ആസ് യൂഷ്വല് നമ്മള് നോൺ വെജ് മാക്സിമം അവോയ്ഡ് ചെയ്തു. പക്ഷെ എന്നാലും ഇവർക്ക് ശരിയാവില്ല. പിള്ളേരുള്ളപ്പോഴത്തേക്കിന് നോൺ വെജ് മാത്രമായിട്ട് മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്കുണ്ടാക്കുന്ന കൂട്ടത്തില് ചിലപ്പം നമ്മളും കഴിക്കേണ്ടി വരും. ഫുഡ് വേസ്റ്റ് ചെയ്യരുതല്ലോ. അങ്ങനെ അല്ലെങ്കിലും ഈസ്റ്റർ എനിക്ക് തോന്നി 50 ഡേയ്സ് അങ്ങനെ കറക്റ്റ് നോമ്പെടുക്കുക എന്നുള്ളതല്ല. എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ത്യജിച്ച് പോവുക എന്നുള്ളതാണ് സത്യത്തില്. പിന്നെ നമ്മള് പോകുന്ന സഭയുടെയും കാര്യങ്ങളുടെയൊക്കെ നിയമങ്ങളുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതെ. എന്ത് വ്യത്യാസമായിരിക്കും നമ്മുടെ നാട്ടിലെ ഈസ്റ്റർ ആഘോഷിച്ചത് ഇവിടുത്തെ ഈസ്റ്റർ ആഘോഷം തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നാട്ടിലെ ഈസ്റ്ററുമായിട്ട് നമ്മുടെ നോമ്പ് കാലം എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമ്മൾ വിശ്വാസപരമായിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പല കാര്യങ്ങളിലും ആരാധനാപരമായിട്ടും ഒക്കെ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന സാഹചര്യം. പക്ഷെ ഇവിടെയും അത് മോശമല്ല. പക്ഷേ ഇവിടുത്തെ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആ ജോലി ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് പോകുന്നതിനാകുന്നൊക്കെ കുറച്ച് സൗകര്യക്കുറവുകൾ വരും. അപ്പോൾ അതിൻ്റെ പക്ഷേ എന്നാൽ പോലും ഇവിടുത്തെ ആളുകൾ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ്. രാനിക്കും എങ്ങനെയാണ് ഈ ട്രഡീഷണൽ വിയേഴ്സിനോടാണോ താല്പര്യം അതോ കുറച്ച് മോഡേൺ? ട്രഡീഷണൽ ഇടാൻ പാർട്ടിക്കൊക്കെ പോകുമ്പം. അതെ ആണല്ലേ, രണ്ടും ഇഷ്ടമാണ്. അപ്പൊ എന്താണ് ഈസ്റ്ററിന് സ്പെഷ്യൽ? എന്താണ് അത് ഞാൻ ചോദിച്ചില്ല, ഞാൻ വന്നതേ അതിനാണ്. ഈസ്റ്ററിന്റെ സ്പെഷ്യലൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുമല്ലേ. നമ്മൾ ഞാനല്ല. അതെന്താ ചേച്ചിയെ കുക്കിംഗ് സഹായിക്കാറില്ലേ? അങ്ങനെ കുക്കിങ്ങിനോട് വലിയ വശമില്ല. സ്പെഷ്യൽ ഐറ്റംസ് സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും നമ്മുടെ ക്ലയൻസോ ആരെങ്കിലും ഒക്കെ പറയുന്ന ചില ഡിഷസ് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്ലയൻസ് ഉണ്ട്. അപ്പൊ അവര് സാറേ ഇത് ഈ രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കി നോക്കുന്നൊക്കെ പറയും. അപ്പൊ നമ്മളത് ചിലപ്പം അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. മലയാളി കുടുംബത്തിൽ ജനിച്ചതിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഒരു ഡിഫറൻസ്? നിങ്ങൾ സ്കൂളിൽ വേറെ കുഞ്ഞുങ്ങളെ പലരെയും കാണാറുണ്ടല്ലോ. അവരുടെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതലും മലയാളികളൊക്കെ തന്നെയാണ്. അങ്ങനെയാണ് ഗാങ്ങുകൾ ഇവർക്ക്. അല്ലാത്തവരുണ്ട് മിക്സ് ചെയ്ത്.
അതെ, ഇവിടെ നമ്മൾ പിന്നെ എല്ലാ ഈസ്റ്റർ വിഷു എല്ലാം മലയാളി അസോസിയേഷൻ ആയിട്ട് ജോയിൻ ചെയ്ത് അല്ലേ, എല്ലാത്തിലും ഇന്റർഫിയർ ചെയ്യാറ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നാട്ടുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിരിക്കാൻ വേണ്ടി അസോസിയേഷൻ അതൊരു വലിയൊരു ഉപകാരമാണ്. ഇവിടെ നോട്ടിംഗ്ഹാമിലാണെങ്കിലും നോട്ടിംഗ്ഹാം മലയാളി കൾച്ചറൽ അസോസിയേഷൻ NMC എന്ന് പറഞ്ഞ് 20 വർഷത്തിന് മുകളിലായിട്ടുള്ള ഒരു സംഘടനയുണ്ട്. ഓക്കെ, കലാമേളയൊക്കെ കുറിച്ചപ്പോൾ എന്തൊക്കെയാണ് ടാലന്റുകൾ മക്കളുടെ? ഡാൻസറാണ്, ഡാൻസ്, കുക്കിംഗ്, ഡെർക്ക് കേക്കൊക്കെ ഉണ്ടാക്കും, ബ്രൗണീസ് ഒക്കെ ഉണ്ടാക്കുക. അലീനക്ക് തരാം ബ്രൗണീസ് ഒക്കെ. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. കുക്കിംഗ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ. അതുപോലെ ഗാർഡനിങ്, ഡെറക്കിന് കൃഷിയൊക്കെ ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ ചേച്ചി? നമ്മള് ജോബിച്ചനും ഡെറക്കിനും അപ്പവും ഡെക്കുമാണ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ. പക്ഷെ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് കോഴിയും പിടിയും. ഞങ്ങളതൊരു മിക്സ് ആയിട്ട് എല്ലാം അങ്ങ് ഉച്ചക്കത്തേക്ക് ഡെക്കും അപ്പവും ഡിന്നറിന്റെ കൂട്ടത്തിൽ അങ്ങനെയാക്കും. കോഴിയും പിടിയും രാവിലത്തേക്ക് ആക്കും. അങ്ങനെയൊക്കെയാണ്. അപ്പൊ ജോബി ചേട്ടന്റെയും സിറ്റുവേഷന്റെയും ഈസ്റ്റർ വിശേഷം കേട്ടോ. നിങ്ങളിലോട്ട് കിടക്കാം. നിങ്ങൾക്ക് എന്താണ് ഈസ്റ്റർ? ഞങ്ങൾക്ക് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ദിവസം ഇങ്ങനെ ഈസ്റ്റർ എഗ് വാങ്ങിച്ച് കഴിക്കും, ഫുഡ് എന്നിട്ട് ജസ്റ്റ് ഒരു ഡേ ചുമ്മാ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യും. ഓക്കെ, നിങ്ങൾ എല്ലാ ഈസ്റ്ററിനും പള്ളിയിൽ പോകും? മുമ്പത്തെ ദിവസം യൂഷ്വലി പോലെ. ഓക്കെ, ഫൈൻ. അപ്പം എന്താണ് നിങ്ങൾക്ക് ഈസ്റ്റർ എന്ന് വെച്ചാൽ? ലൈക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് സ്കൂളിലൊക്കെ എന്തോ ഒരു ഈസ്റ്റർ എഗ്, അതെന്താണ് ഈസ്റ്റർ എഗ്? ഇവിടെ ഒരു ട്രഡീഷൻ ആയിട്ടാണ് ഈസ്റ്റർ എഗ്. അതെന്തോ ഹൈഡ് ചെയ്യുന്ന എന്തോ ഇല്ല, അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈസ്റ്റർ ഇങ്ങനെ ചോക്ലേറ്റ് എഗ് കാണിച്ച് വീട്ടിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യും. എന്നിട്ട് എല്ലാരും ബാസ്കറ്റ് പിടിച്ചോണ്ട് നടന്ന് കണ്ടുപിടിക്കാൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ആ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എഗ്സ് എടുക്കും. ഓക്കെ, അത് സ്കൂളിൽ നടത്താറില്ലേ നിങ്ങള്? ചിലപ്പം കുഞ്ഞായിരുന്നപ്പോ. ഓക്കെ, എന്താണ് ഈസ്റ്റർ? ഒരു സെലിബ്രേഷൻ, എല്ലാവരോട് കമ്മ്യൂണിറ്റി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാരും ഒരു ഗെറ്റ് ടുഗദർ ആയിട്ട് അതൊരു ഹാപ്പിനെസ് ആണ് എല്ലാരും വരുമ്പോഴൊക്കെ അല്ലേ? എന്നാ പിന്നെ നമുക്ക് ഇവിടെ ഒരു ഈസ്റ്റർ എഗ് ഒളിപ്പിച്ച് വെച്ചാലോ? ഇപ്പൊ എന്തായാലും കുറച്ച് പേര് വരാനുണ്ടെന്ന് പറഞ്ഞു. ആരൊക്കെയായിരുന്നു? ഡിക്സൺ, കവിത, മനോജ് ആയിരുന്നു. ഓക്കെ, ഫൈൻ. ജോബി ചേട്ടാ, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ പറയട്ടെ. എനിക്ക് ജോബി ചേട്ടൻ ഒരു അഡ്വക്കേറ്റ് ആണ്, ഒരു ഐഡിയൽ സോളിസിറ്റർ, അതിന്റെ ഒരു പാർട്ട്ണറാണ്. അങ്ങനെ കുറച്ചൊക്കെ അറിയാം. പക്ഷെ ഐ തിങ്ക് അങ്ങനെ ഒരു അത്രയും ഒരു സ്റ്റേജ് നിൽക്കുന്ന ഒരു ലൈക്ക് ഞങ്ങൾ ഇവിടെയൊക്കെ കാണുന്നത് ജോബി ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു സമ്മൺ ലൈക്ക് എന്തോ ഒരു ബിഗസ്റ്റ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പവർഫുൾ മാൻ എന്നൊക്കെ പറയില്ലേ നമ്മുടെ UK-ലെ. അപ്പം അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് പോലെയാണ്. പക്ഷെ യു ആർ എ സിമ്പിൾ പേഴ്സൺ. ഓക്കെ, എല്ലാവരും എവിടെ പോയാലും അഡ്വക്കേറ്റ് ജോബി ചേട്ടൻ, അങ്ങനെ ഒരു അഡ്വക്കേറ്റ് ജോബി, എനിക്ക് ഐ ഡോണ്ട് നോ, എനിക്ക് ചേട്ടൻ സത്യം പറഞ്ഞാൽ ഫുൾ നെയിം പോലും അറിയില്ല. പുതുക്കുളങ്ങര. ഓക്കെ, സോ നമ്മൾ അങ്ങനെ പോലും അത്രയും ഒരു ഫോർമൽ ഒരു പേഴ്സണേ അല്ല. സോ സിമ്പിൾ, സോ ഹംബിൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ ഒരു സക്സസിനോട് എത്തിച്ചേരാൻ അഫ്കോഴ്സ് യു ഹാവ് സ്ട്രഗിൾ ക്വൈറ്റ് എ ലോട്ട്. എനിക്ക് തോന്നുന്നു ഒരു 20 കൊല്ലം എന്ന് തോന്നുന്നു. UK-ൽ ഞാൻ വന്നിട്ട് 20 കൊല്ലം കഴിഞ്ഞു. അതെ, ഓക്കെ. ഈ 20 കൊല്ലത്തില് എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കാൻ, എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ വാട്ട് സ്ട്രഗിൾസ്, ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഏതൊരു പാർട്ടിലാണ്? സ്ട്രഗിൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇനീഷ്യൽ സസ്റ്റൈനബിലിറ്റി ഒരു വലിയ കാര്യമാണ്. ഓക്കെ, നമ്മൾ നാട്ടിൽ നിന്നാണെങ്കിലും നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ നാട്ടിലും ലോയർ എന്നുള്ള പ്രൊഫഷനിൽ നിന്ന് വന്നു. അതോടൊപ്പം തന്നെ ലോയറും രാഷ്ട്രീയക്കാരനുമായിട്ട് നിന്നേച്ച് ഇവിടെ നിന്നേച്ച് നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും നമ്മൾ മാറുകയാണ്. അപ്പം നമ്മൾ അതിലോട്ടുള്ള ഒരു അഡാപ്റ്റബിലിറ്റി നമ്മൾ എപ്പോഴും കാണിക്കണം. നമ്മുടെ പുതിയ ജനറേഷനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. അപ്പോൾ ആദ്യകാലത്ത് നമ്മൾ ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി മറ്റു ജോലികൾ ചെയ്തു. പക്ഷെ എന്നാലും നമുക്കൊരു വില്ലും വിഷു ഉണ്ടാകണം, നമുക്ക് നമ്മുടെ പ്രൊഫഷനിലോട്ട് തന്നെ വരണമെന്ന്. എനിക്ക് പേഴ്സണൽ ആയിട്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്തായാലും വക്കീലാണ്, ഞാനിവിടെ വന്നു, അപ്പൊ എന്താ പരിചയപ്പെട്ട് പുതുക്കുക എന്ന് വിചാരിക്കുക. ഓസിനൊരു അഡ്വൈസ് കിട്ടുന്നതല്ലേ? അപ്പം ഞാൻ ഇപ്പൊ PR കഴിഞ്ഞു, ഇവിടെ 5 കൊല്ലമായി. അപ്പൊ ഇനിയിപ്പോ എനിക്ക് ഇവിടെ പാസ്പോർട്ട് എടുക്കണം. പക്ഷെ എനിക്കിപ്പോ നാട്ടില് കുറച്ച് സ്ഥലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വീടും ഒക്കെ. അപ്പം അത് നമ്മളിവിടെ ഡ്യുവൽ പാസ്പോർട്ട് ഇല്ലെന്നാണ് എന്റെ വിശ്വാസം. ഇവിടെ UK ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കും, പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആർക്കും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നില്ല. അതാണ് കാര്യം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സൗകര്യമാണ് OCI എന്ന് പറയുന്നത്. OCI ഒരിക്കലും ഡ്യുവൽ സിറ്റിസൺഷിപ്പ് അല്ല, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഇവിടെ കിട്ടിയ PR പോലെ തന്നെയുള്ള
ഒരു അംഗീകാരമാണ്. അപ്പൊ നമുക്ക് റെഗുലർലി നാട്ടിൽ പോകാൻ വേണ്ടി വിസ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊരു അതൊരിക്കലും ഒരു സോളിസിറ്ററോടല്ല ചോദിക്കേണ്ടത്. താങ്ക് യു ജോബി ചേട്ടാ, എന്തായാലും എന്നോട് ഇത്രയും പറഞ്ഞു തന്നിട്ട് നന്ദി. എന്നാണേലും ഈസ്റ്റർ ദിവസം വന്നതിന് അതിനേക്കാൾ സന്തോഷം. പക്ഷെ നേരത്തെ വരേണ്ടതായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ. Happy Easter, Happy Easter. നിങ്ങളുടെ ഈ സൗഹൃദം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? എന്താണ് ഇതിന്റെ സ്റ്റോറി? എങ്ങനെയാണ് ഇത് ബിൽഡപ്പ് ചെയ്തത്? അല്ലെ ഈ 23 years എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് അല്ലേ, അതൊരു വലിയൊരു ഡിസ്റ്റൻസ് ആണ്. അതിലെങ്ങനെ നിങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? ഞാനും കവിയും കൂടെ ഞങ്ങള് വന്നത് 23 years മേളിലായി. ഓക്കെ, ഞങ്ങള് ഇപ്പൊ ഇവിടെ വന്നപ്പോ അവിടുന്ന് ഞങ്ങൾ വന്ന ഏജൻസിക്കാരൻ നമ്പർ തന്ന് ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അങ്ങോട്ടുള്ള പരിചയമാണ്. ഓക്കെ, ഞങ്ങള് എംബസിയിലൊക്കെ പോയി ഒന്നിച്ച് ഫ്ലൈറ്റ് യാത്രയൊക്കെ ഫസ്റ്റ് ടൈം എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു, രസമായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നു. പിന്നെ അന്ന് മൂലം അപ്പൊ നമ്മള് വന്നപ്പോ കുറച്ച് ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. സിജിയൊക്കെ ഇവിടെ അല്ലായിരുന്നു, ഒരു രസമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. നിങ്ങൾ എവിടെയായിരുന്നു ചേച്ചി? ഈസ്പോൺ ആയിരുന്നു. ഇവിടെ ഇങ്ങോട്ട് മാറിയിട്ട് എത്ര നാളായി? 2018. 2008 ഇവരെ പരിചയപ്പെടുന്നത്. 2002 കവി ചേച്ചിയെ പരിചയപ്പെടുന്നു, 2008 പരിചയപ്പെടുന്നു. അപ്പൊ അത്രയും കൊല്ലമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ നിങ്ങൾ പെൺകുട്ടികളാണോ ആദ്യം കൂട്ടുകൂടി? അതിനുശേഷമാണ് ഈ ആണുങ്ങള് വന്ന് ജോയിൻ ചെയ്തത്? അതിനുശേഷമാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നതും. ആണോ? അതെ. ഓക്കെ ഓക്കെ. ഓരോരുത്തര് യുകെയിലേക്ക് വന്നു. 2003 നീ ഒന്ന് ഡിക്സൺ 2003 അവസാനം എത്തിയത്. അതെ. അപ്പം ജോബി ചേട്ടനോ? ഞാൻ 2006 2005 അവസാനം, 2005 അവസാനത്തേക്ക് ജോബി ചേട്ടൻ ഇവിടെ എത്തിച്ചേർന്നത്. നിങ്ങളുടെ ഇത്രയും കൊല്ലത്തെ, അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാരും കൂടെ ഏകദേശം 2008 തൊട്ട് 2026 ഇത്രയും കൊല്ലം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ, സൗഹൃദത്തിന്റെ, അല്ലെങ്കിൽ ബന്ധത്തിന്റെ, ആ സ്നേഹത്തിന്റെ അതിന്റെ ട്രിക്ക് എന്താണ്? പല കുടുംബമാണ്, പല ആൾക്കാരാണ്, പല സ്വഭാവക്കാരാണ്. ഇപ്പൊ ഞാനിവിടെ പറയുകയാണെങ്കിൽ ഞാനിവിടെ വന്നിട്ട് ഒരു 5-6 കൊല്ലം ആവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ഇത്രയും ഡീപ്പായിട്ടുള്ള ഇത്രയും വർഷത്തെ അതൊരു വല്ലാത്ത അനുഭവമാണ് അല്ലേ? അതിൽ നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ടാവാം, പല തർക്കങ്ങൾ ഉണ്ടായി കാണാം ഏത് സാഹചര്യം. പക്ഷെ അത് എന്താണ് ഞങ്ങൾക്ക് പറയാനുള്ളൊരു, എങ്ങനെയാണ് ഈ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒത്തിരി വന്നിട്ടുണ്ട്, നമ്മൾ ഒത്തിരി ഫ്രണ്ട്ഷിപ്പിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ബന്ധങ്ങളെ നമുക്ക് എപ്പോഴും നമ്മുടെ ചേരുന്ന ബന്ധങ്ങള് അത് മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ എക്കാലവും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങള്. അതുപോലെ ഞങ്ങളുടെ പിടക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാത്തിലും കൂടെ ഞങ്ങൾ നടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ചേരുന്ന ഒരു ബന്ധമായിട്ട് തോന്നിയ ഒരു കുറച്ച് ഫാമിലികളുണ്ട് ഇവിടെ. അതില് ഒന്നാണ് അതില് 3 ഫാമിലിയാണ് ഇരിക്കുന്നത്. മനോജ് ചേട്ടനോടും കാവ്യ ചേച്ചിയോടുമാണ്. നിങ്ങള് ഇതിപ്പോ ഈസ്റ്റർ ഒരു ക്രിസ്ത്യൻ സെറിമണിയാണ്, വിഷുവും ഓണവും ഒക്കെ ആഘോഷിക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഈ സെലിബ്രേഷനിൽ വരുമ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു എന്താണ് അതിനകത്ത് ഒരു വ്യത്യാസം എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യത്യാസമേ തോന്നിയിട്ടില്ല. കാരണം ഞാൻ എക്സ്പെഷ്യലി വളർന്നത് എന്റെ നെയ്ബേഴ്സ് എല്ലാവരും ക്രിസ്ത്യൻ ഫാമിലി. അതിനുപരിയായിട്ട് ഞങ്ങളുടെ കുടുംബം എല്ലാവരും വളരെ സൗഹൃദത്തിലും, അതുപോലെ എന്താ പറഞ്ഞ ഈസ്റ്ററിന്റെ അപ്പം കൊണ്ടുവരിക, അതേ കാര്യം തന്നെയാണ് ഇവിടെ വന്നതിന് ശേഷം നടക്കുന്നത്. ഇപ്പൊ ഡിക്സന്റെ വീട്ടിൽ നിന്ന് അപ്പം കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ജോബി, അങ്ങനെ എല്ലാവരും ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഇവിടെയാണെങ്കിലും പാലിക്കുന്നത്. എനിക്ക് തോന്നുന്നു തുടക്കകാലം മുതലേ ഈസ്റ്ററിന്റെ വൈകുന്നേരങ്ങൾ ഇവന്റെ വീട്ടിലാണ് നടന്നിരിക്കുന്നത്. അതുപോലെ ഓണം, വിഷു അങ്ങനെയുള്ളതൊക്കെ ഇവരുടെ അടുത്തും ഞങ്ങൾ എല്ലാവരും കൂടെ കൂടും. അതൊരു എല്ലാവരും ആഘോഷമാക്കി ഞങ്ങളിങ്ങനെ സന്തോഷമായിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഫ്യൂച്ചർ ജനറേഷനോട് പറയാനുള്ളത്? പുതിയ പിള്ളേർ വരുന്നത് നമ്മൾ സാമ്പത്തികമായിട്ട് അത്ര ഒരു ഇതില്ലാതെയാണ് വരുന്നത്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന സാമ്പത്തികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ കൂടെ കടന്നു വന്ന ആളുകളാണ്. എന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു, ആ സമയത്ത് വന്ന എല്ലാവരും. അപ്പൊ അതിൻ്റെതായ ഒരു നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. അപ്പൊ അതാണ് ഞങ്ങളുടെ സക്സസ്. അന്ന് ഞങ്ങൾ എന്തിനും അതെ. അപ്പൊ എന്തും നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മൾ എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിരുന്നു. ഇപ്പത്തെ കുട്ടികൾക്ക് പൈസയുണ്ട്, വരുന്നവർക്ക് അവിടെ നിന്നാണെങ്കിലും
ലോണും കാര്യങ്ങളും എല്ലാം കിട്ടാനും എല്ലാം. അപ്പൊ അങ്ങനെ വരുമ്പം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന അവർക്ക് ഇപ്പൊ ബുദ്ധിമുട്ടാണെങ്കിൽ അവര് പെട്ടെന്ന് നിർത്തും, അവർക്ക് മടുക്കും. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഞങ്ങള് 5 വർഷം കൊണ്ട് നിർത്തി പോകാൻ വന്നവര് ഇപ്പൊ 20-23 വർഷമായിട്ട് ഇവിടെ കിടക്കും. അത് ശരിയാണ്. എനിക്ക് തോന്നുന്നത് അതായിരിക്കാം നിങ്ങളുടെ ഒരു ജനറേഷന്റെ പ്രത്യേകത. കഷ്ടപ്പെടാനുള്ള മനസ്സും ആ ഒരു ബുദ്ധിമുട്ടും അറിയാം. എല്ലാ സാഹചര്യവും കണ്ടിട്ടുണ്ട്. സത്യമാണ്. ഇപ്പൊ എന്നെ തന്നെ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും പറയും, നിങ്ങളൊക്കെ വന്ന് ഈ ഒരു ഫൗണ്ടേഷൻ ഇട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും ഈസി ആയത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോൾ പണ്ടത്തെ ആൾക്കാരോട് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ അവിടെ ഉണ്ട്, എന്ത് സഹായത്തിന് നിങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങളിലൊക്കെ വന്ന സമയത്ത് ആരും ഇല്ല, കംപ്ലീറ്റ്ലി ഒരു പുതിയ സ്ഥലം. പക്ഷെ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ഉള്ളത് വാസ് ലൈക്ക് എ പില്ലേഴ്സ് ആണ്. സോ അതൊരു വലിയ സന്തോഷമാണ്. അല്ലാതെ നമ്മൾ എന്ത് സഹായത്തിനും നമ്മൾ ആര് ചോദിച്ചാലും എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഞങ്ങളെല്ലാം റെഡിയാണ്. ഓക്കെ, അപ്പൊ ഇനിയിപ്പം ഞാൻ കുഞ്ഞുങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുറച്ച് നമ്മുടെ ഈസ്റ്റർ എഗ്സ് ഒക്കെ കുറച്ച് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുഞ്ഞുങ്ങളുടെ കളിയാണ്. പക്ഷെ നമുക്കൊന്ന് വലിയവരെ ഒന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? നിങ്ങളൊക്കെ ഒന്ന് പണ്ടത്തെ കാലത്തിലോട്ടൊന്ന് ഒന്ന് കുട്ടിത്തരത്തിലൊന്ന് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്കിനി ആ ഈസ്റ്റർ എഗ്സ് ഒന്ന് കണ്ടുപിടിച്ചാലോ? അങ്ങനെ ഈസ്റ്റർ എഗ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം കിടക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, എന്നാ എല്ലാം ഒളിപ്പിച്ചില്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഞാൻ അവരെ പോയി വിളിച്ചോണ്ട് വരാൻ പോവാണ്. ഓക്കെ, പറഞ്ഞു കൊടുക്കരുത്, സീക്രട്ടാണ്, പിടിക്കണം. ഓക്കെ, അതാണ് അവർക്കുള്ള ടാസ്ക്. റെഡിയല്ലേ? ഓക്കെ, ഇവിടെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ വേഗം പോയി കണ്ടുപിടിച്ചോ. എന്നിട്ട് ഈ ബോക്സിൽ കൊണ്ടിടുക. ഓക്കെ, ഓക്കെ ഫൈൻ, നമുക്ക് അത് അറിയാം അല്ലേ? അപ്പൊ നിങ്ങള് പേരൻസിന് ഈസ്റ്റർ എഗ് ഒളിപ്പിച്ച് വെച്ചില്ലേ? അപ്പൊ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സിനായിട്ട് എല്ലാവർക്കും എഗ് കൊടുക്കുന്നുണ്ട്. ഞാൻ വെറും കയ്യിൽ വരുന്നത് ശരിയല്ലല്ലോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഇതാ. ഓക്കെ, ഇനി അടുത്ത ചേച്ചി, ഇനി അടുത്തയാള്. ഈസ്റ്റർ എഗ് വേണ്ടേ? ആ പിടിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ചോയ്സ് ഉണ്ടല്ലോ, എനിക്ക് കിട്ടും ഒരു ചോയ്സ്. അടുത്തയാൾ പിടിക്കൂ, അടുത്തയാള് പിടിക്കൂ. ആ, ഇനി 2 കുഞ്ഞു പിള്ളേർ വന്നേ. ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ. ഓക്കെ, സന്തോഷായില്ലേ? ഹാപ്പി ആയില്ലേ? ഇനി 2 കൂടെ ഉണ്ട്. ആർക്കൊക്കെ വേണം? ഇനി ഇത് ആർക്കാ വേണ്ടേ? ഓക്കെ, അപ്പൊ സന്തോഷായില്ലേ? അപ്പൊ നമുക്ക് ഇനി വേറെ കുറച്ച് പരിപാടിയൊക്കെ നടത്താം. എന്തായാലും ഫുഡ് കഴിച്ചാലോ? എന്താ അവരെന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? അതെന്താന്ന് ആദ്യം നമുക്ക് നോക്കിയാലോ? ഇതാണ് അടുക്കളയല്ലേ? ആഹാ, ഇവിടെ എന്താ പരിപാടി? എന്താ ഉണ്ടാക്കുന്നേ? കുറച്ച് ടേസ്റ്റ് എനിക്കും കൂടെ നോക്കിയാലോ? എങ്ങനെയുണ്ട് ചേച്ചിയുടെ കൈപ്പുണ്യം ഒന്ന് അറിഞ്ഞു? ചൂട് കിടുവാട്ടോ. പോർക്ക് ബിന്ദാലോ എന്താണ്? അതാണോ ഈസ്റ്ററിന് ചേച്ചി നോർമലി ഉണ്ടാക്കാറുള്ള ഐറ്റം? പോർക്ക് ബിന്ദാലു ഒരു ഡിഷ്. ഓക്കെ, പിന്നെ വേറെ എന്താണ്? പിന്നെ ഇവിടുത്തെ ഫേവറേറ്റ് ഈസ്റ്റർ എന്ന് പറയുമ്പോൾ അപ്പവും ഡക്കുമാണ്. ബ്രേക്ക്ഫാസ്റ്റ് മെയിൻ. പള്ളി കഴിഞ്ഞ് വരുമ്പോ നോമ്പ് അങ്ങനെയാണ് തുറക്കുന്നത്. അപ്പം ചേച്ചി എന്താണ് ചേച്ചിയുടെ സ്പെഷ്യൽ പറഞ്ഞു? പോർക്ക് ബിന്ദാലു, പിന്നെ അപ്പവും ഡക്ക് കറി, അതാണ് മെയിൻ. എന്താണ് ചേച്ചിയുടെ നോമ്പ് വീട്ടില്? ഞങ്ങള് കള്ളപ്പായിരിക്കും. മട്ടൻ കറി. പിള്ളേർക്ക് പാലപ്പത്തേക്ക് കഴിഞ്ഞ് 2 അപ്പം ഉണ്ടാക്കും. പാലപ്പം ഉണ്ടാക്കും, കള്ളപ്പം ഉണ്ടാക്കും. പക്ഷെ പിള്ളേർക്ക് കുറച്ചും കൂടെ കള്ളപ്പം മട്ടൻ കറിയാണ് അവർ ഞങ്ങളുടെ വീട്ടിലെ സ്പെഷ്യൽ. അതായിരിക്കും മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് പള്ളി കഴിഞ്ഞിട്ടുള്ളത്. പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഉള്ളത്. ഓക്കെ ഫൈൻ. അപ്പം ഇന്ന് എന്താണ് ചേച്ചി സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇന്ന് ഈസ്റ്റർ ദിനത്തില് ഇപ്പം പിള്ളേർക്ക് ഏറ്റവും ഫേവറേറ്റ് സാധനം കോഴിയും പിടിയാണ്. ആണ്. ഓക്കെ, അപ്പൊ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ പിടിയില്. അപ്പം ഡക്കും ഉച്ചക്കത്തേക്ക് ഡിന്നറിനുള്ളത് ഒരു സൈഡ് ഡിഷ് ആയിട്ട് എടുക്കും. അപ്പൊ രാവിലെ പിള്ളേരുടെ പ്രിഫറൻസ് ഇന്ന് കൊടുത്തു. ഞങ്ങള് ഇച്ചിരി കോഴിയും പിടിയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇവിടെ കുഞ്ഞുങ്ങൾ പിടിയില്
ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ്? അമ്മമാരുടെ ഫേവറേറ്റ് പറഞ്ഞു, അപ്പൊ എന്താണ് മോളുടെ ഫേവറേറ്റ് ഈസ്റ്ററിന്? പിടി തന്നെയാണ്. ഓക്കെ, പിടിയും കോഴിയും അതാണ് ഏറ്റവും സ്പെഷ്യൽ. ഓക്കെ, അപ്പൊ മോളുടെ എന്താണ് സ്പെഷ്യൽ? പിടിയും കോഴിയും. ഫാമിലിയോടുകൂടെ പിടിയും കോഴിയാണല്ലോ. കുഞ്ഞിന്റെ അടുത്തോട്ട് പോവാം. ഈസ്റ്ററിന് എന്താണ് ഈസ്റ്റർ ഐറ്റം? അപ്പത്തിനോട് ഏത് കറിയാണ്? ചിക്കൻ ആണോ അതോ മട്ടൺ ആണോ പോർക്കാണോ? രണ്ടും കഴിക്കും. പക്ഷെ മട്ടൻ കറി ഏറ്റവും കൂടെ നമ്മള് ഈസ്റ്ററിൽ ഉണ്ടാക്കുന്ന സാധനം. അപ്പൊ അതാണ് ഈസ്റ്റർ ആയിട്ടുള്ളത്. ഇവിടെ ഈ അഭിപ്രായം തന്നെയാണോ? എന്താണ് ഭയങ്കര സീരിയസ് ആണല്ലോ. ഇങ്ങനെയാണോ എപ്പോഴും പിടിയും കോഴിയും ഉണ്ടാക്കുന്നത്? ആണോ? സീരിയസ് ആണോ? അവന് ഹെൽപ്പ് ചെയ്യും അല്ലേ? ആഹാ. എങ്ങനെയാണ് നാട്ടില് ഇങ്ങനെ ക്രിസ്ത്യാനി ഫാമിലി വന്നിട്ട് ഈസ്റ്റർ കൂടിയിട്ടുണ്ടോ? അത് ഇവിടെ UK ആദ്യമായിട്ടാണോ ഇങ്ങനെ? ഞാന് ഇവിടെ വന്നപ്പോഴാണ് ഈസ്റ്റർ കൂടുന്നത്. ആണല്ലേ? എന്താ ചേച്ചിയുടെ ഒരു ഓർമ്മ? ഇവിടെ അല്ല, ഇവരിൽ രണ്ടുപേരിൽ ആരാ ഏറ്റവും ബെറ്റർ കുക്ക്? കോമ്പറ്റീഷൻ ആയാലോ? ആണോ? അപ്പൊ ചേച്ചിയുടെ ഏതിലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ്? ഏതാണ്? പിടിയും കോഴിയും. അതാണ് ഇവിടെ പിടിയും കോഴിയും വിട്ടിട്ട് ഒരു പരിപാടി ഇല്ലല്ലോ. എന്താണ് ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മട്ടൻ കറി, അപ്പം, കുക്ക് ചെയ്യും. കവിത ചേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം എന്താണ് ചേച്ചി? ചേച്ചിക്കും ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? വിഷുവിന്റെ സദ്യ അപ്പൊ അവരുടെ വീട്ടിലാണോ അല്ലേ? പിന്നെ ഓണം വിഷു ഒക്കെ ഞങ്ങളുടെ വീട്ടില്. നിങ്ങളുടെ വീട്ടില്? ഞങ്ങൾ എപ്പോഴും ക്രിസ്മസ് ഈസ്റ്റർ ഞങ്ങളെല്ലാ ഫ്രണ്ട്സും. ഞങ്ങൾക്ക് അവിടെ അടുക്കള അടച്ചിട്ടില്ല. ആണല്ലേ? ഇവിടെ തന്നെയാണ്. ഓക്കെ. അതുപോലെ അത് എല്ലാ ഫംഗ്ഷനും ഇതുപോലെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഒരുമിച്ച് കൂടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എനിവേ, താങ്ക് യു. എല്ലാവരെയും കണ്ടതിലും സന്തോഷം. ഇപ്പൊ അപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ബാക്കി ചള്ളാസ് കൂട്ടി അടിച്ചാൽ കറക്റ്റ്. ആദ്യം വട്ടയപ്പം കഴിച്ചു തന്നെ തുടങ്ങണോ അതോ കട്ട്ലറ്റ് വേണോ? ആയിക്കോട്ടെ, ഞങ്ങള് ആദ്യം തന്നെ കഴിച്ചു നോക്കാം. ചള്ളാസ് നോക്കാം ആദ്യം. അടിപൊളി, അതാ വേണ്ടത്. ബീഫേ കഴിക്കത്തുള്ളൂ ഞങ്ങള്. കാരണം മലയാളിയാണോ അവന്റെ ഇഷ്ട സാധനം ബീഫാ. ബീഫ് വിട്ടൊരു കളി മലയാളിക്കില്ല. ആഹാ, ഇനി ചിക്കൻ കറി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ ഈസ്റ്റർ ആയിട്ട്. അപ്പം കൂട്ടി അപ്പം കൂട്ടി കഴിച്ചു നോക്കാം. നല്ലത്. ആ, ഇനി ടേസ്റ്റ് കുറവാണെങ്കിൽ വക്കീലിനോട് പരാതി കൊടുക്കാം. ഭാര്യയുടെ മട്ടൻ കറി അല്ല, ഭാര്യയുടെ മട്ടൻ കറിയാണോ അതോ ചേച്ചിയുടെ ചിക്കൻ കറിയാണോ ഇഷ്ടപ്പെട്ടെ? ചിക്കൻ കറി കിടുവാണ്. വീട്ടിൽ പോകണ്ട, ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, സഹായിക്കാൻ വേണം അല്ലേ? എനിക്ക് മട്ടക്കറിയുടെ ഉപ്പ്. നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഭാര്യമാരെ സഹായിക്കുക ഇങ്ങനെയുള്ള അവസരങ്ങളിൽ. ഇതിലൂടെ അടിപൊള്ളല്ലേ? ഈ ബിന്ദാലു ആക്ച്വലി എവിടുന്നാന്നറിയോ? മലയാളികൾക്ക് കിട്ടിയത് പോർച്ചുഗീസുകാരുടെ കിട്ടിയ സാധനം. ഫുഡൊക്കെ അടിപൊളിയാണ് അല്ലേ ജോബി ചേട്ടാ? നല്ല ഒന്നും പറയാം, ഫുഡെല്ലാം നല്ലതല്ല, പക്ഷെ ഒരു ചെറിയ പോരായ്മ. ഈ ഞങ്ങളുടെ ഒരു മാസ്റ്റർ പീസ് സാറാണ് പോർക്ക് ബിന്ദാലു. അപ്പൊ അതിന്റെ അതൊരു ചെറിയ പോരായ്മയുണ്ട്. പോർക്ക് ബിന്ദാലു. അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോർക്ക് ബിന്ദാലു? സിജിനെ പഠിപ്പിച്ചത് മമ്മിയാണ്. റെസിപ്പി ഒക്കെ എന്നും പറഞ്ഞു കൊടുക്കുന്നതാ. ഹാപ്പി ഈസ്റ്റർ. അമ്മ എന്ത് ചെയ്യണം? ഞാനിപ്പോ ഈസ്റ്റർ ആയിട്ട് ഇങ്ങോട്ടൊന്ന് വന്നതാ. ഇപ്പൊ ഇവിടെ ബിന്ദാലൂര് ഒരു ചെറിയ പോരായ്മയുണ്ട്. എനിക്ക് തോന്നണേ ഇനിയിപ്പൊ മുരിഞ്ഞത്തൂരിയുടെ കുറവോ ആണെന്ന് തോന്നുന്നു. എന്തായാലും എങ്ങനെയാ ഉണ്ടാക്കണെന്ന് പറഞ്ഞേ. എന്നാലും
അതിന്റെ കുറവെന്നാന്ന് പറഞ്ഞു വെച്ചാൽ ഉണ്ടാക്കിയതിൽ ഒരു കുറവെന്നാന്ന്. പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇറച്ചി കഴുകി നല്ല മുഴുത്ത പീസായിരിക്കണം, വലിയ പീസ്. ആ പീസ് എടുക്കുമ്പോ മൊത്തം തൊലിയോട് കൂടിയുള്ള പീസ് വേണം, എന്തായാലും തൊലി വേണം. എനിക്ക് പോർക്ക് ബിന്ദാലും ഉണ്ടാക്കി വെക്കണം. എന്നാ ശരി, ഹാപ്പി ഈസ്റ്റർ എല്ലാവർക്കും അമ്മയുടെ വക എല്ലാവർക്കും. ഹാപ്പി ഈസ്റ്റർ. എല്ലാവരും ഹാപ്പി ഈസ്റ്റർ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻവിറ്റേഷൻ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാ യാത്ര ആകട്ടെ? ഓക്കെ, ബൈ ബൈ. അപ്പൊ ഇനിയും വരിക. ഓക്കെ, സന്തോഷം. ഞങ്ങളുടെ ഈസ്റ്ററില് എന്താണത്? ചെറിയൊരു സന്തോഷം. ഓ, താങ്ക് യു. ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി ഈസ്റ്റർ. എന്നാ ശരി, എന്നാലും ബൈ. എന്നാലും അങ്ങനെ ദേ എൻ്റെ ഈ കൊല്ലത്തെ 2026 ഈസ്റ്റർ അവസാനിച്ചു. ഇതുപോലെയാണ് UK മിക്ക സ്ഥലത്തും. ഒരു വീട്ടിൽ ഈസ്റ്റർ ആഘോഷിക്കും, അവിടെ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ കൂടും, അങ്ങനെ ആ ആഘോഷം മുന്നോട്ട് പോകും. ഫ്ലവേഴ്സ് UK ആൻഡ് യൂറോപ്പ് എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും നാട്ടിൽ ആഘോഷിക്കുകയെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കണേ. ഞങ്ങളുടെ UK ആഘോഷങ്ങൾ കണ്ടല്ലോ. അപ്പം ഞാൻ ഇനി അധികം താമസിക്കാതെ എൻ്റെ ഗിഫ്റ്റും കൊണ്ട് വീട്ടിൽ പോട്ടെ. ബൈ.